ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോയുടെ കേക്കാണ്. ഇന്ന് നമ്മുടെ കൂടെ ഐശ്വര്യ, അവൾക്ക് വയ്യാതിരിക്കണേ. അതിന് പകരം നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആ ആളാണ് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആളുടെ പേര് ചിന്നു. ഞങ്ങളുടെ കൂടെ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ടാണ്. ആൾ നേഴ്സാണ്, കോയമ്പത്തൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ആൾ ലീവിന് വന്നിരിക്കണം. മാസത്തിൽ ഒരു മാസം കൂടുമ്പോഴും 2 മാസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ 4 പേരുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അവളുടെ ബർത്ത്ഡേ മാത്രം ആഘോഷിക്കാൻ പറ്റില്ല. സോ അവളെ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് 4 ഓറിയോയുടെ പാക്കറ്റാണ്. 4 ഓറിയോയുടെ പാക്കറ്റ് എടുത്ത് അതിൽ ബിസ്ക്കറ്റ് വേറെ ക്രീം വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുഞ്ഞ് മിക്സിയാണ് നമ്മൾ എടുക്കാൻ പോണത്. കുഞ്ഞ് മിക്സിയിലോട്ട് ഓറിയോയുടെ ബിസ്ക്കറ്റ് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്യാൻ പോകണം. അത് കാണാം വീഡിയോയിൽ കണ്ടോ. ആ ചേച്ചി കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവളെ വന്നതോടെ ഫുൾ കോമഡി. വായി തുറന്നാൽ ഫുൾ പൊട്ടത്തരാണ് പറയണത്. ഇനി കുറച്ച് ഞങ്ങളുടെ പട്ടി ഷോ കണ്ടിട്ട് വരാം ഗൈസ്. ഇപ്പോൾ അവർ കേക്ക് മിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവൾ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഭയങ്കര സ്ലോ മോഷനിലും സ്റ്റൈലായിട്ടൊക്കെ ഇളക്കാൻ നോക്കണ്ട, പക്ഷെ ഒന്നും നടക്കുന്നില്ല ഗൈസ്. കുറച്ച് പാല് എടുത്ത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൾ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇളക്കുന്നുണ്ട്. അവൾ കുറേ നേരം ഗൈസ് ഇളക്കിക്കൊണ്ടേ സമയം കളയുന്നുണ്ട്. ഇളക്കലാണ്, എന്താണെന്ന് അറിയുന്നില്ല. അതാ ലാസ്റ്റ് അത് ഏകദേശം ഒരു രൂപത്തിലെത്തിയിട്ടുണ്ട്. അതിനിങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും പാത്രം എടുത്തു. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെച്ച് അതിൽ വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട് ചേച്ചി. നേരെ കൊണ്ട് ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഗ്യാസിലോട്ട് പാത്രം വെച്ചു. അപ്പോൾ ഗ്യാസിലോട്ട് പാത്രമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് തിളയ്ക്കണം. അപ്പോഴത്തേനും നമ്മൾ ബട്ടർ എടുക്കാൻ പോകണം. ആക്ച്വലി ബട്ടർ പേപ്പറാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബട്ടർ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ആ പാത്രത്തിലോട്ട് ബട്ടറൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി കണ്ടോ, ഭയങ്കര സ്ലോ മോഷനിലേക്ക് കാണിക്കുന്നുണ്ട്. ഇത് അവൾ പറഞ്ഞെടുപ്പിക്കുക നമ്മളോട്. നമ്മൾ ഇഡ്ഡലി ചെമ്പൊക്കെ അടച്ച് വെച്ചു. ഇനി അവർ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പം നമ്മൾ അതേപോലെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഫൈനലി ഓപ്പൺ ആക്കുകയാണ് ഗൈസ്. ഓപ്പൺ ആക്കി ഞങ്ങൾ വിചാരിച്ച ഷേപ്പൊന്നും അതിൽ വന്നില്ല ഗൈസ്, പക്ഷേ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് കേക്ക് മാറ്റുകയാണ്. ആ കേക്കിന് ഷേപ്പ് കണ്ടിട്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുമാതിരി ഇഡ്ഡലി കുറച്ച് വലിയ ഇഡ്ഡലി ആയ പോലെ ഉണ്ട് കേസ്. കുഴപ്പമില്ല, അവൾ ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് കേക്കിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം തയ്യാറാക്കുകയാണ്. ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. 4-5 പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാനാണ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കണേ. അമ്മൂന് ടേക്ക് എടുത്തിട്ട് മതിയായി, അവൾ അവിടെ പോയിരുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡയറി മിൽക്ക് തികയില്ല എന്ന് മേടിച്ചിട്ട് നമ്മൾ ഊട്ടി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു 2 അതിൽ 2 വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാനായിരുന്നു. അങ്ങനെ 2 വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഇഡ്ഡലി ചെമ്പിൽ തന്നെ വെച്ച് മെൽറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇഡ്ഡലി ചെമ്പ് വലുതായി, അതിൽ വെള്ളവും കുറവായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ചിന്ന പറഞ്ഞു ഞാൻ ചെയ്യാം, നിങ്ങൾ മാറിക്കൊന്നു പറഞ്ഞു. ചിന്ന അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ കേക്ക് മറിച്ചിടുമായിരുന്നു. കേക്ക് മറിച്ചിട്ട് കുഴപ്പമില്ല, ഇഡ്ഡലിയുടെ ഷേപ്പ് തന്നെയാണ് കേക്കിന്, പക്ഷേ ലുക്കിലല്ലോ അതിൻ്റെ ടേസ്റ്റിലാണല്ലോ കാര്യം. എന്നിട്ട് ഞങ്ങൾ അത് റെഡിയാക്കി. അപ്പോൾ ഇവിടെ ഒരാൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യായിരുന്നു. ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ഇട്ടു. ചോക്ലേറ്റ് മൊത്തം വെള്ളത്തിൽ വീണു. പിന്നെ ഞങ്ങൾ ആദ്യം മുതൽ എടുത്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യായിരുന്നു. എന്നാലും അവളുടെ എക്സ്പ്രഷന് ഒരു കുറവുമില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കേക്കിന് 2 മുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റ് ചോക്ലേറ്റ്, അതിൻ്റെ ഉള്ളിലുള്ളത്, അതിനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് ഒരുമാതിരി സാൻഡ്വിച്ച് രൂപത്തിലാക്കി. ഇവിടെ അവൾ ഇനിയും മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇട്ട് അത് ചെയ്യുന്നുണ്ടോ ചെയ്യണ്ടേന്ന് പോലും പിന്നെ അത് പിന്നെ ഉരുക്ക് തന്നെയായിരുന്നു. അവസാനം ഞാൻ കേക്കും കൊണ്ട് റെഡിയായി. ഈ ചോക്ലേറ്റ് മെൽട്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധം 90% ചോക്ലേറ്റ് മെൽട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരാണെങ്കിൽ അവളെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അത് ഒരു മെൽട്ടായി. അതിനെ അവളിട്ട് കുറേ ഇളക്കുന്നുണ്ടായിരുന്നു. ഇനിയും അത് മെൽട്ടാവും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്ത് ആ കേക്കിൻ്റെ മേലെ അതിനെ തേക്കാനുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ ലുക്കൊന്നും തീരെ ഇല്ല കേട്ടോ. പക്ഷെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. ലാസ്റ്റ് പിന്നെ അവൾ ഈ ബേക്കേഴ്സൊക്കെ ചെയ്യില്ലേ,
കറക്കി കറക്കി കേക്ക് ക്രീമാക്കുന്ന പോലെ അതുപോലെ പ്ലേറ്റ് ഇറക്കാൻ നോക്കുകയായിരുന്നു ചിന്നു അവിടെ ഇരുന്നിട്ട്. പക്ഷെ അതും ഫ്ലോപ്പായി. പാത്രം അതിൻ്റെ പാട്ടിന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ രീതിയിലുള്ളൊരു ഡെക്കറേഷനാണ് ഉദ്ദേശിച്ചത്. ലുക്ക് സത്യം പറഞ്ഞാൽ തീരെ പോരാന്നറിയാം. ടേസ്റ്റ് എന്ത് രീതിയിൽ വരുന്ന അറിയില്ലായിരുന്നു. പക്ഷേ സത്യമായിട്ടും പറയാലോ, ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കൊള്ളാമെന്ന് വിചാരിച്ച കുറച്ച് മധുരത്തിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ 3 പേരും കൂടി ഉണ്ടാക്കിയ കേക്ക് മുറിച്ച് കഴിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇന്നാളെ അവൾ റിട്ടേൺ കോയമ്പത്തൂർ പോവുകയാണ്. നെക്സ്റ്റ് വീക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ബൈ ബൈ.